നമസ്കാരം. CPM-ഉം BJP-യും കത്തി താഴെയിട്ടതിന് കേരളം കടപ്പെട്ടിരിക്കുന്നത് ഗവർണറോട്. സദാശിവത്തിന്റെ സദുദ്ദേശത്തോടെയുള്ള ഇടപെടലാണ് സമാധാന ചർച്ചയ്ക്കുള്ള സാധ്യത സൃഷ്ടിച്ചത്. മാധ്യമങ്ങളോട് മുഖം കറുപ്പിച്ചെങ്കിലും കുമ്മനത്തിന് കൈകൊടുത്തു മുഖ്യമന്ത്രി. ഇന്ന് തിരുവനന്തപുരത്തും കോട്ടയത്തും നടന്ന ഉഭയകക്ഷി ചർച്ചയും ഫലപ്രദമായി. കൊലയും കൊള്ളിവയ്പും നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ പാർട്ടിയും പ്രധാനമന്ത്രിയുടെ പാർട്ടിയുമാണെന്നത് പകൽ പോലെ വ്യക്തമായി. അല്ലെങ്കിൽ എന്തിന് നേതാക്കന്മാർ നിരന്നിരുന്ന് നേർവഴി കണ്ടെത്തണം? അതുകൊണ്ട് അക്രമികളെ അറിയില്ലെന്ന് അണികളുടെ അണിയത്ത് നിൽക്കുന്നവർ ഇനിയെങ്കിലും പറയരുത്. സമാധാനം സൃഷ്ടിച്ചത് സദാശിവത്തിന്റെ ഇടപെടലാണെന്ന് CPM കേന്ദ്ര നേതൃത്വം വകവെച്ച് തരില്ല. സമാധാന ചർച്ച നടത്താൻ പാർട്ടി സെന്റർ നിർദ്ദേശിച്ചിരുന്നെന്ന് കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കുന്നു. ആ പ്രതീതി സൃഷ്ടിക്കാൻ പിണറായിക്കായില്ലെന്നാണ് പാർട്ടി നേതൃത്വം ഇപ്പോൾ പഴിക്കുന്നത്. മാധ്യമങ്ങളോടുള്ള മുഖ്യമന്ത്രിയുടെ മറുപടിയും യെച്ചൂരിയെ ഉൾപ്പെടെ ചൊടിപ്പിച്ചിട്ടുണ്ട്. സമാധാനത്തിന്റെ സാധ്യത തെളിഞ്ഞത് സദാശിവത്തിന്റെ ഇടപെടൽ കൊണ്ടോ എന്ന സംശയം ഉയരുമ്പോൾ 6 ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്. 1. ഉഭയകക്ഷി ചർച്ചകൾ ഉദ്ദേശിച്ച ഫലം കണ്ടാൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് കേരള ഗവർണർക്കോ? 2. സമാധാനം സ്ഥാപിക്കാൻ സദാശിവ മുൻകൈയെടുത്തത് ആഭ്യന്തര വകുപ്പിന് അപമാനമായോ? 3. മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്താൻ അധികാരമില്ലെങ്കിൽ ഗവർണറുടെ നടപടി ബാഹ്യ ഇടപെടൽ കൊണ്ടോ? 4. സമാധാന ചർച്ച നടത്തണമെന്ന CPM നിർദ്ദേശം ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയോടെ തകിടം മറിഞ്ഞോ? 5. മാധ്യമങ്ങളോട് കയർക്കുന്ന മുഖ്യമന്ത്രിയുടെ സമീപനം കേന്ദ്ര നേതൃത്വം അതൃപ്തി പ്രകടിപ്പിച്ചാൽ ആവർത്തിക്കാതിരിക്കുമോ? 6. അക്രമം അവസാനിപ്പിക്കാൻ നേതാക്കൾ നിശ്ചയിച്ചതോടെ CPM-ന്റെയും BJP-യുടെയും തനിനിറം പുറത്തായോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം. ദിശ കാട്ടിയത് സദാശിവമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM സഹയാത്രികനും അഭിഭാഷകനുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ആം ആദ്മി പാർട്ടി സംസ്ഥാന കൺവീനർ CR നീലകണ്ഠൻ, മുൻ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, രാഷ്ട്രീയ നിരീക്ഷകൻ KC ഉമേഷ് ബാബു, മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജ് എന്നിവർ. അല്പസമയത്തിനകം BJP സംസ്ഥാന ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് S സുരേഷും ഈ ചർച്ചയിൽ പങ്കുചേരും. അഡ്വക്കേറ്റ് PH ശ്രീധരൻപിള്ളയും അഡ്വക്കേറ്റ് CP ഉദയഭാനുവും ടെലിഫോണിലും ഈ ചർച്ചയിൽ പങ്കെടുക്കും.